കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു മട്ടൻ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മട്ടൻ വെച്ച് മാത്രമല്ല, ഇതേ രീതിയിൽ നമുക്ക് ബീഫ് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. മട്ടൻ ചേർക്കുന്നതിന് പകരം ബീഫ് ചേർത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. വളരെ രുചിയായിട്ടുള്ള ഒരു കുറുമയാണ് കേട്ടോ ഇത്. എല്ലാത്തരം റൊട്ടിയുടെ കൂടെയും നെയ്ച്ചോറിനും പത്തിരിക്കും ഒക്കെ പറ്റിയൊരു അടിപൊളി കുറുമയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മട്ടൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 400-500 ഗ്രാമോളം ഉണ്ടാവും മട്ടൺ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്, പിന്നെ 2 ഏലക്കായ് ചേർക്കാം, 3 ഗ്രാമ്പു ചേർക്കാം, 1/2 ടീസ്പൂൺ പെരുംജീരകം അതായത് വലിയ ജീരകം. ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തത്. വലിയ സവാളയാണെങ്കിൽ 1 അല്ലെങ്കിൽ ഒരു 1.5 എടുത്താൽ മതിയാവും. അപ്പോൾ സവാള നല്ലതുപോലെ വാടി വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം. അത്രയും സമയം നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിപ്പോൾ സവാളയുടെ കളറൊക്കെ നല്ലോണം മാറി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് അതും കൂടി ചേർത്ത് വീണ്ടും 1-2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ അധികം എരിവില്ലാത്ത 4 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം ചെറിയ തീയിൽ 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ കൂട്ടി വെക്കരുത്, പൊടികൾ കരിഞ്ഞു പോയി പിന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ പൊടികൾ ചേർത്തിട്ട് 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാൻ 1 തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു കുറുമയ്ക്ക് ഒരുപാട് തക്കാളി ചേർക്കണ്ട, ഒരു ചെറിയ തക്കാളി ചേർത്താൽ മതി. അപ്പോൾ തക്കാളി നല്ലതുപോലെ സോഫ്റ്റായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ മാറ്റിയിട്ട് ഇത് തണുത്ത് റൂം ടെമ്പറേച്ചറിലാവണം. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്, സാധാരണ നോർമൽ വാട്ടർ. എന്നിട്ട് നല്ലതുപോലെ അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മട്ടൺ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക. അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും, 1 ടീസ്പൂൺ വരെ ഉപ്പും ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ വരുന്നത് വരെ ഞാനിത് വേവിച്ചെടുക്കും. നിങ്ങളുടെ കയ്യിലുള്ള മട്ടൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ചില മട്ടന് വേവ് കൂടുതലാവും, ചിലത് പെട്ടെന്ന് ഒരു 3 വിസിൽ കൊണ്ടൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വേവിക്കുക. അപ്പോൾ ഞാനിതൊരു 4-5 വിസിൽ വരുന്നത് വരെ ഏതായാലും വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ 1 വിസിൽ വരുന്നത് വരെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. 1 വിസിലിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മട്ടനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും, കഴിക്കാനും നമ്മുടെ ഇറച്ചി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 1 വിസിലിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു
തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അതായത് അരമുറി തേങ്ങ, ഏകദേശം 1.5 കപ്പോളം ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി, ഒരു 10 കശുവണ്ടിയും കൂടി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും തേങ്ങ വെച്ചിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കുന്നത് കേട്ടോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ കശുവണ്ടി ഈ തേങ്ങയിലേക്ക് ഇട്ടിട്ട് ഒരുമിച്ച് അരച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുത്ത് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. 1.5 കപ്പ് തേങ്ങ, അല്ലെങ്കിൽ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ അരമുറി തേങ്ങ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കശുവണ്ടിയും ചേർത്ത് അരച്ച് അതിൻ്റെ പാല് മാത്രം എടുക്കുക. അങ്ങനെ ഏകദേശം 1.5 കപ്പോളം തേങ്ങാപ്പാൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള 1.5 കപ്പ് തേങ്ങാപ്പാൽ, കശുവണ്ടിയും കൂടി ചേർത്തിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ പാല് റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. ഞാനൊരു 5 വിസിലിന് ശേഷം ഓഫ് ചെയ്തിട്ട് അതിൽ പ്രഷറൊക്കെ പോയി കഴിയുമ്പോഴാണ് തുറക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മട്ടനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ ആദ്യം 1 കപ്പാണ് ചേർക്കുന്നത്, ആവശ്യമാണെങ്കിൽ ബാക്കി ചേർത്താൽ മതി. അപ്പോൾ 1 കപ്പ് പാല് ചേർത്തിട്ട് പാലും കശുവണ്ടിയും ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ 1 കപ്പ് പാല് തന്നെ മതി കേട്ടോ, ഞാൻ ബാക്കിയുള്ളത് ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ആ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ, ചൂടാക്കാത്ത പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത് തിളച്ചതിന് ശേഷം ഒറ്റൊരു പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതി. അങ്ങനെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് മല്ലിയില, കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട, അതായത് ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇതുപോലെ അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ ഇതേപോലെ വെക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുറുമയുടെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഉപയോഗിക്കണം, സമയമില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് കഴിക്കാം കേട്ടോ. പക്ഷേ ഇതുപോലെ ഒരു അരമണിക്കൂർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല അടിപൊളിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അരമണിക്കൂർ നമ്മൾ ഇതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ കുറുമ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, ഒന്നുകൂടി നല്ല തിക്കായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ, ചൂടില്ലാണ്ടൊന്നുമില്ല, എങ്കിലും നല്ല തിളക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് നല്ല പാകത്തിനായിട്ടുള്ള ചൂടും അതുപോലെ നമ്മൾ അടച്ച് വെച്ചതുകൊണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് വിളമ്പാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കുറുമയാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബീഫ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്